രാജിയില്ല. സിദ്ധരാമയ്യയുടെ കട്ടിലൊഴിയുന്നത് നോക്കി ആരും കാത്തിരിക്കേണ്ടതില്ല. സിദ്ധരാമയ്യ തൊട്ടുപോകരുതെന്ന് പറഞ്ഞത് കോടതിയാണ്. BJP കുത്തിയിരുന്ന് പണിപ്പെട്ടിട്ടും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പുറത്താക്കാനായില്ല. ഇപ്പോൾ തോറ്റു തുന്നമ്പാടി പുറത്തായത് സിദ്ധരാമയ്യക്കെതിരെ അമ്പും വില്ലുമേന്തിയ ഗവർണറാണ്, BJP ആണ്. സിദ്ധരാമയ്യ ഇപ്പോൾ രാജിവെക്കുമെന്ന് നോക്കിയിരുന്ന കേന്ദ്രമാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് ആശ്വാസമായിരിക്കുകയാണ്. സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തിന് ബാംഗ്ലൂരു ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ വന്നിരിക്കുകയാണ്. മൈസൂരു അർബൻ വികസന അതോറിറ്റി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ഹൈക്കോടതി നടപടി. വിഷയത്തിൽ സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ കർണാടക ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. എന്നാൽ ഗവർണറുടെ അനുമതിയിൽ ഈ മാസം 29 വരെ സിദ്ധരാമയ്യക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഹൈക്കോടതി വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയത്. മുരയുടെ കീഴിലുള്ള ഭൂമി കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സിദ്ധരാമയ്യക്കും കുടുംബത്തിനുമെതിരെ അഴിമതി ആരോപണം ഉയർന്നത്. ലേഔട്ടുകളുടെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകുന്ന വ്യക്തികൾക്ക് പകരം ഭൂമി മറ്റൊരിടത്ത് നൽകുന്ന പദ്ധതിയാണിത്. ഭൂമി സംബന്ധിച്ച എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സിദ്ധരാമയ്യ മറച്ചുവെച്ചെന്ന പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാര്യക്കായി മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഭൂമി കൈമാറി എന്നതാണ് കണ്ടെത്തൽ. ഇങ്ങനെ തുടങ്ങി കുടുംബത്തെ വരെ ഈ കേസുമായി കൂട്ടിയിണക്കി പിച്ചു ചീന്താൻ ഒരുമ്പിട്ട് BJP ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പിന്നിൽ എന്തിനും ഏതിനും ഒറ്റക്കെട്ടായി ഉണ്ട് എന്നതാണ്. ഇത് പറയാൻ കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു അവസരമായി ഈ ഭൂമി കുംഭകോണത്തെ മാറ്റാമെന്ന് BJPയുടെ കൂർമ്മബുദ്ധിയിൽ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ അവിടെയാണ് വീണ്ടും DK ഞെട്ടിച്ചത്. സിദ്ധരാമയ്യയെ തൊടാനാവില്ല, ഞങ്ങൾ കൂടെയുണ്ടെന്ന് DK വ്യക്തമാക്കി. ഇത്തരത്തിൽ വിഷയത്തെ ആളിക്കത്തിച്ച് കർണാടകയിൽ BJPക്ക് എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാമെന്നുള്ള പൂതി ഏതായാലും നടപ്പിലായില്ല. ഇവിടെയാണ് എല്ലാ പൂതിയും മതിയാക്കിക്കൊള്ളൂ എന്ന തരത്തിൽ കോടതി പറഞ്ഞത് തൊട്ടുപോകരുത് എന്ന്. എന്തായാലും ആശ്വാസവിധിയിൽ കൈയടിക്കുകയാണ് കർണാടക ഇപ്പോൾ.